പുരുഷ കമ്മീഷനിലെ ഏക സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞാൻ പുരുഷ കമ്മീഷനിൽ വരാൻ കാര്യം. കാരണം അവർക്കൊരു പിന്തുണ സ്ത്രീകളായിട്ട് ആരും കൊടുക്കണ ഞാൻ കണ്ടിട്ടില്ല. ഒരു പുരുഷന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇംഗ്ലീഷിലും അമേരിക്ക എവിടെയൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല, ആ ലാംഗ്വേജ് ആയിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. കേരളത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീക്കും ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ വളരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ്, അല്ലാതെ എനിക്ക് കുറേ പേര് ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്തോ ഭയങ്കര പബ്ലിസിറ്റി കാര്യങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ നിൽക്കാൻ കാരണം എന്റെ കുടുംബം കൂടെ ചിന്തിച്ചിട്ടാ. എന്റെ വളർന്നു വരുന്ന മോനൊരു പുരുഷനാകും ഇല്ലേ, പ്രായമായ അച്ഛനുണ്ട്, എന്റെ ഒരു ബ്രദറുണ്ട്, അപ്പൊ അവരൊക്കെ പുരുഷന്മാരല്ലേ. അപ്പൊ അവർക്ക് നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും വരാനുള്ളതോ അവരുടെ ഫ്രണ്ട്സിന് വരാനുള്ളതോ ഒക്കെ ആവുമ്പോൾ ചെന്ന് സംസാരിക്കാൻ ഒരു വേദി വേണം. അതാണ് നിങ്ങളുടെ പുതിയതായിട്ട് വരുന്ന പുരുഷ കമ്മീഷൻ. അത് കേട്ടപ്പോൾ എനിക്കും അതിലൊരു ഇൻട്രസ്റ്റഡ് തോന്നി. പിന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന രാഹുൽ ഈശ്വരാണ്. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ മാക്സിമം പുരുഷന്മാർക്ക് വേണ്ടി ഫൈറ്റ് വരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ നിന്നത്. അതാ നിന്നു. ഇനിയിപ്പോ അത് തന്നെ അടുത്ത് തന്നെ അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സംസാരിക്കാൻ ഒരു വേദിയാകും, എന്തെങ്കിലും പറയാനൊരു വേദിയുണ്ട്.